നമസ്കാരം സുഹൃത്തുക്കളെ, റിച്ച് ബുക്ക് ചാനലിലേക്ക് സ്വാഗതം. കയ്യിൽ വെറും 500 രൂപ മാത്രമുള്ള ഒരു സാധാരണ മനുഷ്യന് ഒരു വർഷം കൊണ്ട് 1 കോടി രൂപ എങ്ങനെ സമ്പാദിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊരു സ്വപ്നമാണോ, തട്ടിപ്പാണോ, അതോ വളരെ കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണോ? അഭിജിത്ത് സർക്കാർ എഴുതിയ 1 crore in 365 days എന്ന പുസ്തകം വെറും ഒരു പ്രചോദനാത്മക പുസ്തകമല്ല, മറിച്ച് ഒരു സമ്പൂർണ്ണ കർമ്മ പദ്ധതിയാണ്. പ്രതിസന്ധികളെയും പരാജയങ്ങളെയും ഭയങ്ങളെയും അതിജീവിച്ച് തൻ്റെ വലിയ ലക്ഷ്യത്തിലെത്തുന്ന ഒരു സാധാരണ വ്യക്തിയുടെ അസാധാരണമായ യാത്രയാണ് ഈ പുസ്തകം. ഓർക്കുക, കോടീശ്വരനാകാൻ ആദ്യം കോടികളുടെ സ്വപ്നം കാണാനുള്ള ധൈര്യം വേണം. ഈ വീഡിയോയിൽ രസകരമായ ഉദാഹരണങ്ങൾ, പ്രശസ്തമായ സംഭാഷണങ്ങൾ, ചില ചോദ്യങ്ങൾ എന്നിവയിലൂടെ ഈ പുസ്തകത്തിലെ ഓരോ അധ്യായവും നമ്മൾ വിശദീകരിക്കും. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കമന്റുകളായി നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അധ്യായം 1: ചിന്തകളുടെ സമ്പത്ത് അഥവാ മാനസികാവസ്ഥയുടെ കളി. എല്ലാം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. നിങ്ങൾ സ്വയം ഒരു കോടീശ്വരനായി കാണാൻ തുടങ്ങുന്നതുവരെ നിങ്ങൾക്ക് കോടീശ്വരനാകാൻ കഴിയില്ല. ഈ അധ്യായം നമ്മുടെ സാമ്പത്തിക ജീവിതത്തിന്റെ അടിത്തറ പാകുന്നു. അഭിജിത്ത് സർക്കാർ പറയുന്നു, പണത്തിന് മുൻപ് ചിന്തയാണ് മാറേണ്ടത്. 100 രൂപയിലും അവസരം കാണാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ 1 കോടി രൂപ സമ്പാദിക്കാൻ കഴിയൂ. ഉദാഹരണം: രാമു എന്നൊരു കുട്ടി ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു. അവന് വലിയ ബിസിനസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കയ്യിൽ ആകെ 500 രൂപ മാത്രം. അവൻ തന്റെ ചിന്തകൾ കൊണ്ടെല്ലാം മാറ്റിമറിച്ചു. പകൽ കൂലിപ്പണി ചെയ്യുകയും വൈകുന്നേരം യൂട്യൂബിൽ സൗജന്യ ബിസിനസ് കോഴ്സുകൾ കാണുകയും ചെയ്തു. 6 മാസത്തിനുള്ളിൽ ഓൺലൈൻ ഫ്രീലാൻസിങ്ങിലൂടെ അവൻ പ്രതിമാസം 40,000 രൂപ സമ്പാദിക്കാൻ തുടങ്ങി. അവന്റെ ചിന്ത അവനായി ഒരു പുതിയ വഴി തുറന്നു. നിങ്ങളോടൊരു ചോദ്യം: നിങ്ങൾക്കും 1 കോടി രൂപ സമ്പാദിക്കാൻ കഴിയുമെന്ന് വിശ്വാസമുണ്ടോ? ഈ ചാപ്റ്ററിലെ പ്രധാന പാഠം ഇതാണ്: നിങ്ങളുടെ മാനസികാവസ്ഥയെ പരിശോധിക്കുക. നിങ്ങൾക്ക് പണത്തെ ഭയമാണോ? എങ്കിൽ സ്വയം പറയുക, ഞാനൊരു കോടീശ്വരനാകുക തന്നെ ചെയ്യും. അധ്യായം 2: ലക്ഷ്യമല്ല, പാഷനാണ് വേണ്ടത്. അഭിനിവേശം. വിയർപ്പും കണ്ണുനീരും ഉറക്കവും ത്യജിക്കുന്ന ലക്ഷ്യങ്ങൾ മാത്രമേ പൂർത്തിയാകൂ. ഈ അധ്യായം പഠിപ്പിക്കുന്നത് ലക്ഷ്യങ്ങൾ വെറുതെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിനെ ഒരു അഭിനിവേശമായിട്ട്, അതായത് പാഷനായി എടുക്കണമെന്ന് അഭിജിത്ത് സർക്കാർ പറയുന്നു. ആകാശ് എന്നൊരു വിദ്യാർത്ഥിയുടെ കഥ അദ്ദേഹം പറയുന്നു. സർക്കാർ ജോലിക്കുള്ള തയ്യാറെടുപ്പ് ഉപേക്ഷിച്ച് അവൻ ഓൺലൈൻ കോച്ചിങ് ആരംഭിച്ചു. ആദ്യ മാസം അവൻ 1000 രൂപ സമ്പാദിച്ചു, പിന്നെ 2000 രൂപ, അതിനുശേഷം 2500 രൂപ. പക്ഷെ അവൻ പിന്മാറിയില്ല. ഓരോ വർഷവും 1,00,000 രൂപ വീതം സമ്പാദിച്ചു. അദ്ദേഹം പറയുന്നു, ഓരോ രാത്രിയിലും നിങ്ങൾ ഉറങ്ങുമ്പോൾ ഓർക്കുക, മറ്റൊരാൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി ഉണർന്നിരിക്കുകയാണ്. ഇനി ഞാനൊരു കർമ്മ പദ്ധതി പറയാം. ഓരോ ദിവസവും ഒരു ചെറിയ ലക്ഷ്യം, മൈക്രോ ഗോൾ നിശ്ചയിക്കുക. ഇന്ന് 100 രൂപ സമ്പാദിക്കാൻ ശ്രമിക്കുക, പിന്നെ 500 രൂപ, അതിനുശേഷം 1000 രൂപ. നിങ്ങൾ എല്ലാ ദിവസവും 7,393 രൂപ സമ്പാദിക്കുകയാണെങ്കിൽ 365 ദിവസത്തിനുള്ളിൽ ഈ തുക 1 കോടിയിലെത്തും. നിങ്ങളോടുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്: 1 കോടി എന്ന ലക്ഷ്യത്തെ നിങ്ങൾ എപ്പോഴെങ്കിലും ചെറിയ ചെറിയ ദൈനംദിന ലക്ഷ്യങ്ങളായി വിഭജിച്ചിട്ടുണ്ടോ? അടുത്ത ചോദ്യം. ഇതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക. അധ്യായം 3: കഴിവ് അഥവാ സ്കിൽ ആണ് യഥാർത്ഥ കറൻസി. നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ കഴിവാണ്. ലോകത്തിലെ ഏത് യുദ്ധവും ജയിക്കാനുള്ള കഴിവുള്ള വാളാണ് കഴിവ്. ഇന്നത്തെ ലോകത്ത് ഡിഗ്രി മാത്രമല്ല, കഴിവുകളാണ് പണം സമ്പാദിക്കുന്നതെന്ന് സർക്കാർ പറയുന്നു. നിങ്ങളെ കോടീശ്വരനാക്കാൻ സഹായിക്കുന്ന ചില പ്രധാന കഴിവുകൾ ഏതൊക്കെയാണ്? 1. ഡിജിറ്റൽ മാർക്കറ്റിംഗ്. 2. കോപ്പി റൈറ്റിംഗ്. 3. അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. 4. യൂട്യൂബ് ചാനൽ. 5. സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, എക്സെട്ര എക്സെട്ര. നിങ്ങൾ ഒരു കഴിവിൽ മാത്രം എല്ലാ ദിവസവും പ്രവർത്തിക്കുകയാണെങ്കിൽ 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് 1 കോടി രൂപയുടെ ആസ്തി ഉണ്ടാക്കാൻ കഴിയും. ഇനി ഞാനൊരു കഥ പറയാം. ശിവാനി എന്ന പെൺകുട്ടിക്ക് റീൽസ് ഉണ്ടാക്കാൻ മാത്രമേ അറിയുമായിരുന്നുള്ളൂ. അവൾ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങി. 1 വർഷം കൊണ്ട് 1,00,000-ലധികം രൂപ സമ്പാദിച്ചു. നിങ്ങളോടുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്: നിങ്ങളെ കോടീശ്വരനാക്കാൻ കഴിയുന്ന ഏത് കഴിവാണ് നിങ്ങൾക്കുള്ളത്? ഇതിന്റെ ഉത്തരം കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അധ്യായം 4: വിൽപ്പന എന്നാൽ വിജയം. വിൽക്കാൻ അറിയാത്തവൻ ഒരിക്കലും വലിയ ആളാവാൻ കഴിയില്ല. നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും നിങ്ങളുടെ ആശയം, സേവനം അല്ലെങ്കിൽ ഉൽപ്പന്നം വിൽക്കാൻ നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. വിൽപ്പന എന്നാൽ വിൽക്കൽ മാത്രമല്ല, പ്രശ്നങ്ങൾ പരിഹരിക്കൽ കൂടിയാണ്. ഇനി ഞാൻ 3 സുവർണ നിയമങ്ങൾ പറയാം. ആദ്യം കേൾക്കുക, പിന്നെ വിൽക്കുക. വികാരങ്ങൾ യുക്തിയേക്കാൾ മുന്നിട്ട് നിൽക്കണം. ആളുകൾ ആളുകളിൽ നിന്നാണ് വാങ്ങുന്നത്, ഉൽപ്പന്നങ്ങളിൽ നിന്നല്ല. ഇനി ഞാൻ മറ്റൊരു കഥ കൂടി പറയാം. കോളേജ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച പ്രണവ് വീടുകൾ തോറും കയറി ഇറങ്ങി വെബ്സൈറ്റ് നിർമ്മിക്കാനുള്ള നിർദ്ദേശം നൽകി.
6 മാസത്തേക്ക് അവൻ ഒരു ക്ലയൻസിനെയും കിട്ടിയില്ല. പക്ഷേ പിന്നീട് ഒരു ചെറിയ കടയുടമ സമ്മതിച്ചു. ഇന്ന് അവൻ 1 കോടിയുടെ ഡിജിറ്റൽ ഏജൻസി നടത്തുകയാണ്. അധ്യായം 5. നെറ്റ്വർക്കിംഗിൽ നിന്നാണ് നെറ്റ്വർത്ത് ഉണ്ടാകുന്നത്. നിങ്ങളുടെ ശരാശരി വരുമാനം നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന 5 പേരുടെ വരുമാനത്തിന് തുല്യമായിരിക്കും. നിങ്ങൾ 1 കോടി രൂപ സമ്പാദിക്കണമെങ്കിൽ നിങ്ങളുടെ നെറ്റ്വർക്ക് ശക്തമാക്കണമെന്ന് അഭിജിത്ത് സർക്കാർ പറയുന്നു. എന്താണ് നെറ്റ്വർക്കിംഗ്? ഇത് ആളുകളെ കണ്ടുമുട്ടൽ മാത്രമല്ല, മൂല്യം നൽകലാണ്, ബന്ധങ്ങൾ സ്ഥാപിക്കലാണ്, അവസരങ്ങൾ കൈമാറുകലാണ്. ഇവയെല്ലാത്തിൻ്റെയും ഒരു ആകത്തുകയാണ് നെറ്റ്വർക്കിംഗ്. പ്രൊഫഷണൽ നെറ്റ്വർക്ക് വളരെയധികം ശക്തമാക്കാൻ കരിയറിൽ മുന്നേറാനും ചില ലളിതമായ വഴികൾ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. ഒന്നാമത്, ലിങ്ക്ഡിൻ ദിവസവും 5 പുതിയ ആളുകളുമായി ബന്ധപ്പെടുക. രണ്ടാമത്, നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട ടെലിഗ്രാം അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ചേരുക. മൂന്നാമതായി, ആളുകളെ സഹായിക്കുന്ന ഒരു സൗജന്യ ഗ്രൂപ്പ് തുടങ്ങുക. കാരണം ഇത് നിങ്ങളെ വിശ്വസ്തനും സഹായകരമാക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റും. നാലാമതായി, നിങ്ങളുടെ മേഖലയിലെ ഒരു വിദഗ്ധനായി മാറുക. ഇതിനായി നിങ്ങൾ പഠിക്കുകയും അറിവ് പങ്കുവെക്കുകയും ചെയ്യുക. അവസാനം, മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരാളുമായി ഒരു വെർച്വൽ കോഫി ചാറ്റ് നടത്തുക. ഈ 5 ശീലങ്ങൾ നിങ്ങളുടെ നെറ്റ്വർക്കിനെയും വ്യക്തിഗത ബ്രാൻഡിങ്ങിനെയും ദീർഘകാലത്തേക്ക് ശക്തിപ്പെടുത്തും. അധ്യായം 6. വരുമാനം നേടാൻ ഒന്നല്ല, പല വഴികളുണ്ട്, പല വരുമാന സ്രോതസ്സുകളുണ്ട്. നിങ്ങളുടെ വരുമാനത്തിന് ഒരേ ഒരു മാർഗമേ നിങ്ങൾ കാണുന്നു എങ്കിൽ നിങ്ങൾ സുരക്ഷിതരല്ല. സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ നിങ്ങൾ ഒറ്റയ്ക്കല്ല, പല വരുമാന സ്രോതസ്സുകൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന 5 വരുമാന സ്രോതസ്സുകൾ ഞാനിനി പറയാം. ഒന്നാമത്തേതാണ് ഫ്രീലാൻസിങ്. എഴുത്ത്, ഡിസൈനിങ് അല്ലെങ്കിൽ കോഡിംഗ് പോലുള്ള കഴിവുകളിലൂടെ നിങ്ങൾക്ക് ഉടൻ തന്നെ പണം സമ്പാദിക്കാൻ സാധിക്കും. അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വിറ്റ് നല്ല കമ്മീഷൻ നേടാൻ സാധിക്കും. അടുത്തതാണ് ഇൻഫോ പ്രൊഡക്റ്റ്. നിങ്ങൾക്ക് അറിവുള്ള ബുക്കുകളോ ട്രെയിനിങ്ങുകളോ തയ്യാറാക്കി നിഷ്ക്രിയ വരുമാനങ്ങൾ നേടാൻ സാധിക്കും. അടുത്തതാണ് യൂട്യൂബ് മോണിറ്റൈസേഷൻ. നിങ്ങളുടെ ചാനലിൽ വീഡിയോകൾ ഉണ്ടാക്കി പരസ്യങ്ങളുടെയും സ്പോൺസർഷിപ്പിലൂടെയും പണം സമ്പാദിക്കാം. അടുത്തതാണ് സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്കുകളും മ്യൂച്വൽ ഫണ്ടുകളും. ദീർഘകാലത്തേക്ക് സ്റ്റോക്കുകളിലും മ്യൂച്വൽ ഫണ്ടുകളിലും നിക്ഷേപിച്ച് സ്ഥിരമായ വരുമാനം നേടാൻ സാധിക്കും. ഈ വരുമാന സ്രോതസ്സുകളെ ചെടികളായിട്ട് കാണുക. നിങ്ങൾ അവയെ 1 വർഷം തുടർച്ചയായി നനയ്ക്കുകയും പരിപാലിക്കുകയും ചെയ്താൽ തീർച്ചയായും മധുരമുള്ള ഫലങ്ങൾ ലഭിക്കും. അധ്യായം 7. സമയമല്ല, ഊർജത്തിന്റെ നിയന്ത്രണമാണ് വേണ്ടത്. നിങ്ങൾക്ക് 24 മണിക്കൂർ ഇല്ല. നിങ്ങൾക്ക് ശരിക്കും പ്രാധാന്യമുള്ള 3-4 മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ടൈം മാനേജ്മെന്റ് അല്ല, എനർജി മാനേജ്മെന്റ് ആണ് ആവശ്യമെന്ന് അഭിജിത്ത് സർക്കാർ പറയുന്നു. ഇനി നിങ്ങളുടെ ഊർജം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് 3 ഊർജ നിയമങ്ങൾ പറയാം. വിജയം നേടുന്നതിനായിട്ട് രാവിലെ 5 മുതൽ 9 മണി വരെയുള്ള സുവർണ മണിക്കൂറുകൾ ഉപയോഗിക്കുക. ഈ സമയത്ത് നിങ്ങളുടെ മനസ്സും ശരീരവും ഏറ്റവും ഊർജ്ജസ്വലമായിരിക്കും. ദിവസത്തിൽ ഒരുപാട് ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷനുകളിൽ നിന്ന് ഒരൽപ്പം അകന്നു നിൽക്കുക. ദിവസവും 3 പ്രധാന ജോലികൾ പൂർത്തിയാക്കുന്ന ശീലം നിങ്ങൾ വളർത്തിയെടുത്താൽ 1 വർഷം കൊണ്ട്, അതായത് 365 ദിവസം കൊണ്ട് നിങ്ങൾ അസാധ്യമെന്ന് തോന്നുന്ന ഫലങ്ങൾ നേടാൻ സാധിക്കും. അധ്യായം 8. ചിലവഴിക്കുകയല്ല, നിക്ഷേപിക്കാൻ പഠിക്കുക. പണം ലാഭിച്ചാണ് എല്ലാവരും കോടീശ്വരനാകുന്നതെന്നാണ് ആളുകൾ കരുതുന്നത്. എന്നാൽ പണം ലാഭിച്ച ആരും കോടീശ്വരനാകുന്നില്ല. പണം ശരിയായ രീതിയിൽ ഉപയോഗിച്ചാണ് കോടീശ്വരനാകുന്നത്. ഈ അധ്യായത്തിൽ പറയുന്നത് പണം ലാഭിക്കുന്നതിന് പകരം അത് വളർത്തിയെടുക്കാനുള്ള ശീലം ഉണ്ടാക്കണമെന്നാണ്. എവിടെ നിക്ഷേപിക്കണം? നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിൽ നിക്ഷേപിക്കുക. നിങ്ങളുടെ ഓൺലൈൻ ബിസിനസ് ഉപകരണങ്ങളിൽ നിക്ഷേപിക്കുക. സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുക. യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ബ്ലോഗ് പോലുള്ള ഉള്ളടക്ക ആസ്തികളിൽ നിർമ്മിക്കുന്നതിൽ നിക്ഷേപിക്കുക. അടുത്ത ചാപ്റ്റർ പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ പറ്റി പറയുന്നു. സ്വയം ഒരു കോടീശ്വരനായി വിൽക്കാൻ പഠിക്കുക. സ്വയം അവതരിപ്പിക്കാൻ അറിയുന്നവരെ മാത്രമേ ലോകം അറിയൂ. ഇന്നത്തെ കാലത്ത് വ്യക്തിഗത ബ്രാൻഡിംഗ് ഏറ്റവും പ്രധാനപ്പെട്ട കഴിവുകളിൽ ഒന്നാണെന്ന് അഭിജിത്ത് സർക്കാർ വിശ്വസിക്കുന്നു. ബ്രാൻഡിങ്ങിന്റെ 4 ഘട്ടങ്ങളുള്ളത്. നിങ്ങളുടെ മേഖല തിരഞ്ഞെടുക്കുക. അടുത്തതായിട്ട് യൂട്യൂബ് അല്ലെങ്കിൽ ലിങ്ക്ഡിനിൽ നിങ്ങളുടെ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് കണ്ടന്റ് പോസ്റ്റ് ചെയ്യുക. ആളുകളുമായി ബന്ധപ്പെടുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുക. 10ാമത്തെ അധ്യായമാണ് പാഷൻ. പ്രചോദനം അല്ല, അച്ചടക്കമാണ് ഇവിടെ പ്രധാനമെന്ന് പറയുന്നത്. മോട്ടിവേഷൻ നിങ്ങളെ ചതിച്ചേക്കാം, എന്നാൽ അച്ചടക്കം, ഡിസിപ്ലിൻ എല്ലാ ദിവസവും നിങ്ങളോടൊപ്പം ഉണ്ടാകും. സമ്പന്നനാകാനുള്ള വഴിയിൽ എല്ലാ ദിവസവും നല്ലതായിരിക്കില്ല, പക്ഷെ എല്ലാ ദിവസവും പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അഭിജിത്ത് സർക്കാർ പറയുന്നു. നിങ്ങൾ പ്രചോദനത്തിലല്ല, നിങ്ങളുടെ സിസ്റ്റത്തിലും അച്ചടക്കത്തിലും വിശ്വസിക്കണം. അച്ചടക്കത്തിന്റെ ഉദാഹരണങ്ങൾ ഇനി പറയുന്നു.
മനസ്സുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക. എല്ലാ ദിവസവും 1 മണിക്കൂർ വായിക്കുക. എല്ലാ ദിവസവും ഒരു പുതിയ ഉപഭോക്താവുമായി അല്ലെങ്കിൽ വ്യക്തിയുമായി സംസാരിക്കുക. നിങ്ങളുടെ ദിനചര്യയാണ് നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നത്. 11ാമത്തെ അധ്യായം, പരാജയത്തെ എങ്ങനെ നേരിടാം. തോൽവി ഒരു പാഠമാണ്. പരാജയം നിങ്ങളെ തടയുകയല്ല, അത് നിങ്ങളെ രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. 1 കോടി രൂപ സമ്പാദിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത് തെറ്റുകളും പരാജയങ്ങളുമാണെന്ന് അഭിജിത്ത് സർക്കാർ പറയുന്നു. അതിനാൽ അദ്ദേഹം പറയുന്നത് വേഗത്തിൽ പരാജയപ്പെടുക, വേഗത്തിൽ പഠിക്കുക, വേഗത്തിൽ മുന്നോട്ട് പോവുക. പരാജയത്തിന്റെ 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന്, കഴിവുകളുടെ അഭാവം, അതായത് നിങ്ങൾക്ക് സ്കില്ലില്ലാതിരിക്കുന്ന അവസ്ഥ. ഉപഭോക്താവ് നിങ്ങളുടെ ഉൽപ്പന്നം നിരസിക്കുന്നു, അതുപോലെ പണം നഷ്ടപ്പെടുന്നു. ഈ കാര്യങ്ങളെ നിങ്ങൾ ഭയപ്പെടരുത്, പകരം പഠിച്ചുകൊണ്ടേയിരിക്കുക. ഓരോ പരാജയത്തിലും അടുത്ത വഴി ഒളിഞ്ഞിരിക്കുന്നു. അധ്യായം 12 കേസ് സ്റ്റഡീസ് ആണ് ഇവിടെ പറയുന്നത്. 1 കോടിയിലധികം രൂപ സമ്പാദിച്ച ചില യഥാർത്ഥ ആളുകളുടെ ഉദാഹരണങ്ങൾ അഭിജിത്ത് സർക്കാർ നൽകുന്നു. വാസു ഓൺലൈൻ കോഴ്സുകളിലൂടെ 1 കോടി 20 ലക്ഷം രൂപ. സാക്ഷി ഫ്രീലാൻസ് ഡിസൈനിങ്ങിലൂടെ 1 കോടി 50 ലക്ഷം രൂപ. ആരവ് യൂട്യൂബ് ഷോർട്സിലൂടെ 90,500 രൂപ. ഇവരെല്ലാവരും ഒരു കാര്യം പൊതുവായി ചെയ്തിരുന്നു. എല്ലാവരും ഒരു കഴിവ് തിരഞ്ഞെടുത്തു, എല്ലാ ദിവസവും പ്രവർത്തിച്ചു, പഠിച്ചുകൊണ്ടിരുന്നു, ഭയപ്പെട്ടില്ല. അധ്യായം 13 മാനസികാവസ്ഥയുടെ അവസാന യുദ്ധം. കോടീശ്വരനാകാനുള്ള 80% പോരാട്ടവും നടക്കുന്നത് നിങ്ങളുടെ മനസ്സിലാണ്. 1 കോടി രൂപ സമ്പാദിക്കാൻ കഴിയാത്ത ആളുകളുടെ ഭയവും ഒഴിവഴികളും പറയുന്ന ശീലവുമുണ്ട്. കോടീശ്വരന്റെ മാനസികാവസ്ഥയുടെ മന്ത്രങ്ങളാണ്: ഞാൻ യോഗ്യനാണ്, എനിക്ക് പഠിക്കണം, ഞാൻ കാത്തിരിക്കില്ല, ഞാൻ എല്ലാ ദിവസവും പ്രവർത്തിക്കുക. 14ാമത്തെ അധ്യായത്തിൽ അഭിജിത്ത് സർക്കാർ ഒരു സിസ്റ്റം നിർമ്മിക്കാൻ പറയുന്നു. നിങ്ങൾ ഒരേ ജോലി എല്ലാ ദിവസവും ഒരു സിസ്റ്റത്തിന് കീഴിൽ ചെയ്യുകയാണെങ്കിൽ 1 കോടിയുടെ കളി വളരെ എളുപ്പമാവും. 365 ദിവസത്തെ 1 കോടിയുടെ രൂപരേഖ ഇനി ഞാൻ പറയാം. 30 ദിവസത്തിനുള്ളിൽ ഒരു കഴിവ് പഠിക്കുക. 30 മുതൽ 60 ദിവസത്തിനുള്ളിൽ ഫ്രീലാൻസിംഗ് തുടങ്ങുക. 60 മുതൽ 120 ദിവസത്തിനുള്ളിൽ അഫിലിയേറ്റ് ലിങ്കുകൾ ചേർക്കുക. 120 മുതൽ 200 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ബ്രാൻഡ് ഉൽപ്പന്നവും വിൽക്കുക. 200 മുതൽ 365 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജോലിയെ ഓട്ടോമേറ്റ് ചെയ്യുക. അധ്യായം 15 ഓട്ടോമേഷൻ. നിങ്ങൾ ഉറങ്ങുമ്പോഴും പണം വന്നുകൊണ്ടിരിക്കണം. നിങ്ങൾ സമയത്തിന് പകരമായി പണം സമ്പാദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴും തുടക്കത്തിലാണ്. ഓട്ടോമേഷനാണ് ഇതിനുള്ള യഥാർത്ഥ വഴി. ഓട്ടോമേഷന്റെ ആശയങ്ങളാണ് റെക്കോർഡ് ചെയ്ത കോഴ്സുകൾ, അല്ലെങ്കിൽ ഇമെയിൽ ഫണലുകൾ ഒരിക്കൽ സെറ്റ് ചെയ്ത് പലതവണ സമ്പാദിക്കാൻ സാധിക്കും. അഫിലിയേറ്റ് ബ്ലോഗ് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ. ഒരു വീഡിയോ ദശലക്ഷക്കണക്കിന് പ്രാവശ്യം ആളുകൾ കാണുന്നു. 16ാമത്തെ അധ്യായം പണം, ഉദ്ദേശം, ആത്മാവ്. 1 കോടി രൂപ സമ്പാദിക്കുന്നത് ഒരു ലക്ഷ്യം മാത്രമല്ല, അതൊരു മാർഗമാണ്. യഥാർത്ഥ ലക്ഷ്യം സ്വാതന്ത്ര്യം, സേവനം, ആത്മസംതൃപ്തി എന്നിവയാണ്. നിങ്ങൾ ഉത്തരവാദിത്തോടെയും സത്യസന്ധതയോടെയും പണം സമ്പാദിക്കുമ്പോൾ മാത്രമേ അത് നിങ്ങൾക്ക് സമാധാനം നൽകൂ. ഇനി അന്തിമമായ പ്ലാൻ എന്താണ്? അന്തിമ കർമ്മ പദ്ധതി ഇതാണ്. ആദ്യ മാസം കഴിവ് പഠിക്കുക, 2ാം മാസം ഫ്രീലാൻസിങ്ങും ഉള്ളടക്ക നിർമ്മാണങ്ങളും ആരംഭിക്കുക, അടുത്ത 3 മാസം അഫിലിയേറ്റുകളും ചെറിയ ഉൽപ്പന്നങ്ങളും വിൽക്കുക, അവസാന 6 മാസം ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക, ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ എവിടെ തുടങ്ങുന്നു എന്നതിന് പ്രാധാന്യമില്ല, എല്ലാ ദിവസവും നിങ്ങൾ എവിടെ എത്താൻ ആഗ്രഹിക്കുന്നു എന്നതിനാണ് പ്രാധാന്യം. ഓർക്കുക, സ്വപ്നങ്ങൾ ഉറക്കത്തിൽ വരുന്നതല്ല, സ്വപ്നങ്ങൾ നിങ്ങളെ ഉറക്കത്തിൽ നിന്നുണർത്തുകയും കോടികളിലേക്ക് നയിക്കുകയും ചെയ്യുന്നവയാണ്. ഈ പുസ്തകത്തിന്റെ സമ്മറി ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.